ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഗുഡ് ബൈ റസ്ലിംഗ് എന്ന സാമൂഹ്യ മാധ്യമത്തിൽ സന്ദേശം. പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെയാണ് വിരമിക്കൽ പ്രഖ്യാപനം. അതേസമയം ഒരു മെഡൽ ജേതാവിന് നൽകുന്ന എല്ലാ ബഹുമാനവും ബഹുമതിയും വിനേഷ് ഫോഗട്ടിന് നൽകുമെന്ന് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി വ്യക്തമാക്കി. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, അപ്രതീക്ഷിതമായിരുന്നില്ല ഈ പ്രഖ്യാപനം. അത്രയധികം വൈകാരികമായിട്ടാണ് ഒളിമ്പിക് വേദി വിടേണ്ടി വരുന്നത് വിനേഷ് ഫോഗട്ടിന്. എങ്ങനെയാണ് ഈ പ്രഖ്യാപനത്തെ വിനേഷിന്റെ നാട് സ്വീകരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മാധവ്, നിലവിലെന്തായാലും വിനേഷ് ഫോഗട്ടിന്റെ പ്രഖ്യാപനം അത് അന്തിമമാണെന്ന് പറയാൻ സാധിക്കും വിനേഷ് ഫോഗട്ടിന്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ആ തീരുമാനത്തിൽ നിന്നും വിനേഷ് ഫോഗട്ടിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്കാണ് ഇപ്പോൾ കുടുംബം കടക്കുന്നത്. അല്പം മുൻപ് വിനേഷ് ഫോഗട്ടിന്റെ അച്ഛന്റെ സഹോദരൻ കൂടിയായിട്ടുള്ള മഹാവീർ സിംഗ് ഫോഗട്ടിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് നേരിട്ട് വിനേഷുമായി സംസാരിച്ച് ഈ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ നിന്നും വിനേഷിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് കുടുംബം കടക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 2028 ഒളിമ്പിക്സിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി പരിശീലനം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക്, അത്തരത്തിലുള്ള ശ്രമങ്ങളിലേക്ക് എന്തായാലും കുടുംബം ഇടപെട്ട് വിനേഷിനെ കൊണ്ട് ഈ വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് എന്തായാലും ഇപ്പോൾ പോകാനായിട്ട് കുടുംബത്തിന്റെ തീരുമാനമുള്ളത്. അതേസമയം വിനേഷ് മടങ്ങി എത്തുമ്പോൾ പോലും ഈ മെഡൽ ഇല്ലാതെയാണ് മടങ്ങി എത്തുക എന്നുള്ള സാഹചര്യത്തിൽ പോലും ഒരു മെഡൽ ജേതാവിന് ലഭിക്കുന്ന എല്ലാ അംഗീകാരങ്ങളും പാരിതോഷികവും ബഹുമതിയും കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഹരിയാന സർക്കാർ നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയാണ് ഇന്ന് രാവിലെ ഈ പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തിയിരിക്കുന്നത്. ഒരു വെള്ളി മെഡൽ ജേതാവിന് ഹരിയാനയിൽ ലഭിക്കുന്ന പാരിതോഷികവും എല്ലാം തന്നെ ബഹുമതിയും എല്ലാം തന്നെ വിനേഷ് നൽകും. വിനേഷ് ഇന്ത്യയിലേക്ക് മടങ്ങി എത്തുമ്പോൾ ആ പാരിതോഷികവും ബഹുമതിയും നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് ഹരിയാന സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. എന്നാണ് അവർ മടങ്ങിയെത്തുക എന്നുള്ള കാര്യം വ്യക്തമല്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇവർ ഈ അയോഗ്യതയ്ക്കെതിരെ നൽകിയ അപ്പീല് അത് കായിക കോടതി പരിഗണിക്കുന്നുണ്ട്. അതിൽ അന്തിമ വിധി അല്ലെങ്കിൽ ഒരു ഇടക്കാല വിധി ഉണ്ടാക്കും. പക്ഷെ അത് അനുകൂലമായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം അനുകൂലമായിരുന്നെങ്കിൽ ഈ മത്സരം ഫൈനൽ നടക്കുന്നതിന് മുൻപ് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകണമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ മെഡൽ നഷ്ടമാകാനുള്ള ഒരു സ്ഥിതി തന്നെയാണ് എന്തായാലും വിനേഷ് ഫോഗട്ടിനുള്ളത്. അതായത് കോടതിയിലെ അപ്പീല് പോലും അനുകൂലമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ പോലും അവർ ഒരു ജേതാവായിട്ട് തന്നെയായിരിക്കും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുക. എല്ലാ പാരിതോഷികവും നൽകാനായിട്ട് ഹരിയാന സർക്കാർ തയ്യാറാണ്. ഈ വിരമിക്കൽ പ്രഖ്യാപനം പുനർചിന്തിപ്പിക്കാനുള്ള, അതിൽ നിന്നും പിൻവലിക്കാനുള്ള എല്ലാ നടപടികളിലേക്കും ശ്രമങ്ങളിലേക്കും കുടുംബവും കടക്കും വിനേഷുമായി നേരിട്ട് സംസാരിച്ചുകൊണ്ട്.